Hi all. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിൻ്റെ 19 യൂസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുലേഷൻ, അതിൻ്റെ 6 യൂസസ്, സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാത്ത കുറേ വേർബ്സ് ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമർ പോർഷൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം ഓരോ ഗ്രാമർ പോർഷൻസ് വെച്ചിട്ടും എങ്ങനെ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാം, അവ ഉപയോഗിച്ചിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമർ പോർഷനിൽ ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൽ വ്യത്യസ്ത വേർബ്സ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഉപയോഗിക്കാനുള്ള കോമ്പിറ്റൻസ് നമുക്ക് കിട്ടും. അത് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താലും മതി. എത്രമാത്രം സെൻറ്റൻസസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടോ അത്രമാത്രം സ്പീഡ് നമുക്ക് ആവശ്യത്തിൽ കിട്ടും. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം ഓർ ആർ പ്ലസ് ആൻഡ് ഫോം ഓഫ് വി1. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുലേഷൻ. നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ പല രീതിയിൽ പറയാം. അപ്പോൾ വളരെ ഗ്രമാറ്റിക്കലായിട്ടുള്ള പേര് ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് പറയുന്നത് മാത്രം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ, സിംഗുലർ ആണെങ്കിൽ ഈസ്, ഐ ആണെങ്കിൽ ആം, യു ആണെങ്കിൽ ആർ. സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ സെൻറ്റൻസ് പഠിച്ചതാണ്, എൻ്റെ ബ്രദറും സിസ്റ്ററും ഫോൺ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു യൂസ്, കുറേ യൂസസ് ഉണ്ട്. ഒരു യൂസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ബ്രദർ ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ സിംഗുലർ ആണ്. മൈ ബ്രദർ ഈസ് യൂസിങ് ഫോൺ നൗ. സംസാരിക്കുന്ന ടൈമിൽ ബ്രദർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ സിസ്റ്റർ ഈസ് യൂസിങ് ഫോൺ നൗ. സിസ്റ്റർ ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ടിടത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണ്. മൈ ബ്രദർ സിംഗുലർ, സിസ്റ്റർ സിംഗുലർ. അപ്പോൾ ഈസ് ഉപയോഗിച്ചു. ഇനി മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ആർ യൂസിങ് ഫോൺ. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. ആം യൂസിങ് ഫോൺ, യു ആർ യൂസിങ് ഫോൺ. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു യൂസ് സംസാരിക്കുന്ന ടൈമിൽ നടക്കുന്ന കാര്യങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. മൈ മദർ ഈസ് മേക്കിംഗ് ടീ ഫോർ മീ നൗ. ഉണ്ടോ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ബസ്. അവൻ ബസ് കാത്തു നിൽക്കുകയാണ്. ഷീ ഈസ് ക്ലീനിങ് ഹെർ റൂം. അവൾ അവളുടെ റൂം വൃത്തിയാക്കുകയാണ്. ഇതൊക്കെ സംസാരിക്കുന്ന ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഫിക്സ്ഡ് പ്ലാൻ ഇൻ ദ ഫ്യൂച്ചർ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ മറ്റൊരു യൂസാണിത്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സമീപ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിസ് ഫാദർ ഈസ് കമ്മിങ് ഫ്രം ഫ്രാൻസ് ടുമോറോ. അവൻ്റെ ഫാദർ നാളെ ഫ്രാൻസിൽ നിന്ന് വരുന്നുണ്ട്. നാളെയാണ് നടക്കുന്നത്, പക്ഷെ അവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അത് സമീപ ഭാവിയിൽ നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വി ആർ കമ്മിങ് ടു യുവർ ഹൗസ് ടുമോറോ, യു ഷുഡ് ബി ദേർ. നാളെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ, നീ അവിടെ കാണണം. ദേ ആർ ഓപ്പണിംഗ് ദെയർ ഷോറൂം. അവരവരുടെ ഷോറൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ മറ്റൊരു യൂസാണ് ടെമ്പററി ആക്ഷൻസ്. അതായത് ഒരു പ്രത്യേക കാലയളവിൽ മാത്രം നിലനിൽക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അത് സംസാരിക്കുന്ന ടൈമിൽ നടക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഹെർ എക്സാം. അവൾ അവളുടെ എക്സാമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രത്യേക പീരീഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഹി ഈസ് അറ്റൻഡിങ് എ കമ്പ്യൂട്ടർ കോഴ്സ്, ഷീ ഈസ് സെർച്ചിങ് ഫോർ എ ജോബ്. ഇതൊക്കെ സംസാരിക്കുന്ന ടൈമിൽ നടക്കണമെന്നില്ല. ഈ ഒരു പ്രത്യേക ഇടവേളയിൽ, അതായത് അതിന് മുമ്പ് മറ്റെന്തോ ചെയ്യുകയായിരുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റെന്തോ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ചേഞ്ചിങ് സിറ്റുവേഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ മറ്റൊരു യൂസാണിത്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണിക്കാൻ
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും വളരെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ്. ജനസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യുവർ ലാംഗ്വേജ് ഈസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. ഹി ഈസ് ഗെറ്റിംഗ് ഫാറ്റർ. ആണോ, അവരുടെ തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. യു ആർ ബിക്കമിങ് റിച്ച്. ന്യൂ ഹാബിറ്റ് ഓർ ടെമ്പററി ഹാബിറ്റ്, അതായത് പുതിയൊരു സ്വഭാവം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സ്വഭാവം, ഇവയെ കാണിക്കാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ആർ സ്മോക്കിംഗ് ടു മച്ച് ദീസ് ഡേയ്സ്. കണ്ടോ, ഈയിടെയായിട്ട് നീ ഒരുപാട് പുക വലിക്കുന്നുണ്ട്. അത് അയാളുടെ ഒരു സ്ഥിരം സ്വഭാവമല്ല. സ്ഥിരം സ്വഭാവത്തെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഐ ഡോണ്ട് സ്മോക്ക്, ഞാൻ പുക വലിക്കാറില്ല. അതുപോലെ തന്നെ യു ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം ടു യൂസ് ഫോൺ ദീസ് ഡേയ്സ്. കണ്ടോ, ഈയിടെയായിട്ട് ഫോൺ ഉപയോഗിക്കാനായിട്ട് നീ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അനോയിങ് ഓർ സർപ്രൈസിങ് ഹാബിറ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മറ്റൊരു യൂസാണ്. അതായത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന ചില സ്വഭാവങ്ങളെ കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആവർത്തിക്കപ്പെടുന്ന ചില സ്വഭാവങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, യു ആർ കോൺസ്റ്റന്റ്ലി മിസ്സിങ് ദ ട്രെയിൻ. ഉണ്ടോ, നിനക്ക് സ്ഥിരമായിട്ട് ട്രെയിൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ കോൺസ്റ്റന്റ്ലി, ഓൾവേസ് തുടങ്ങിയ ആഡ്വേർബ്സ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രിൻസി ഈസ് ഓൾവേസ് സ്മൈലിംഗ്. യു ആർ ഓൾവേസ് ജോക്കിംഗ്. ഷീ ഈസ് ഓൾവേസ് മേക്കിംഗ് നോയ്സ് ഇൻ ദ ക്ലാസ്. ഉണ്ടോ, അവൾ എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.